വിയറ്റ്നാമിലെ മൂന്നാമത്തെ ദിവസം പിന്നെ എവിടെ പോയിന്ന് പറയട്ടെ. ഇത് തീർന്നില്ലേ? തീർക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് രാമൻകുട്ടി ചേട്ടാ. പക്ഷെ കുറെ വീഡിയോസ് എടുത്തു വെച്ചോണ്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് കുറെ ഗാലറിന്ന് ഒഴിവാക്കാലോ. അപ്പൊ നമ്മൾ ബുക്ക് സ്ട്രീറ്റിൽ നിന്ന് നേരെ പോയത് അവിടെ തൊട്ടടുത്തുള്ള വിയറ്റ്നാം പോസ്റ്റ് ഓഫീസിലാണ്. നിങ്ങൾക്ക് വളരെ ചെറിയ പൈസക്ക് ആർക്ക് വേണമെങ്കിലും കത്തയക്കാൻ പറ്റും. പണ്ടിന്റെ ചെറുപ്പത്തിൽ ഉപ്പ ഗൾഫിലായ സമയത്ത് നമുക്ക് എല്ലാ മാസവും കത്തയക്കും. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ പേജ് ഉണ്ടാവും ട്ടോ. അതിന് റിപ്ലൈ അയച്ചതാണ് ആകെയുള്ള കത്തിന്റെ ഓർമ്മ. അതുകൊണ്ട് തന്നെ ഈ കത്തയക്കുക എന്നൊക്കെ പറയുന്നത് എനിക്കൊരു ട്രോമയാണ്. അത് പ്രവാസികളായ ആളുകളുടെ മക്കൾക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചു നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതുവരെ പറയാൻ മറന്നോ, വിയറ്റ്നാമിലുള്ള ആർക്കിടെക്ചർ ഒക്കെ ഭയങ്കര ഇന്നോവേറ്റീവ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഒക്കെ നല്ല രസമായിട്ടോ കാണാൻ. പുറത്തിറങ്ങി പാടാൻ ഒരാൾ ബപ്പടവട വെക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ബനാന പിന്നെ എന്തെല്ലോ ഇട്ടുണ്ടാക്കിയ ഒരു ഭയങ്കര ക്രഞ്ചി ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് വെറുതെ വാങ്ങിച്ചു നോക്കി. ചുമ്മാ ഇങ്ങനെ തിന്നോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു ഫ്ലേവർ. പിന്നെ ഇവിടെ അടുത്തൊരു മാൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ പോവാ വിചാരിച്ചിട്ട് ഗ്രാബ് ബുക്ക് ചെയ്ത് ഒരു അരമണിക്കൂർ ഗ്രാബിന് വേണ്ടി കാത്തുന്നു കേട്ടോ. പിന്നെയാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. 300 മീറ്റർ മാത്രം ദൂരമുള്ള മാളിലേക്കാണ് നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്തത്. മാളിലെത്തിയ പാടെ H&M പോയി കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കി. ഓൾ ബ്രാൻഡ്സ് അണ്ടർ വൺ റൂഫ് എന്നൊക്കെ പറയില്ല, അതേപോലെയായിരുന്നു. കണ്ണി കണ്ട എല്ലാ ബ്രാൻഡ്സും അതിലുണ്ടായി. ഞാൻ നാസ് ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ ഒക്കെ നോക്കി. പക്ഷെ അതിട്ട് നോക്കിയതിനേക്കാളും എന്റെ കയ്യിലുള്ള അഫോർഡബിൾ ഫൗണ്ടേഷൻ ആണ് നല്ലതെന്ന് എനിക്ക് തോന്നിയോണ്ട് ഒന്നും വാങ്ങിച്ചില്ല. ഒരു സത്യം പറയട്ടെ, ഈ ബപ്പടവർ ഞങ്ങൾക്കൊരു ബാധ്യതയായി. കാരണം തിന്നു തീർക്കാനും പറ്റുന്നില്ല, ഇത് കളയാനും തോന്നുന്നില്ല. ആ പ്ലാസ്റ്റിക് കവറും പിടിച്ചുകൊണ്ട് ഞങ്ങൾ ആ മാള് മൊത്തത്തിൽ സന്ദർശിച്ചു. രാത്രിയുടെ നിശാഗന്ധിയിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോ അർത്ഥമൊന്നും അറിയില്ല, പക്ഷെ നല്ല രസമുണ്ട്. ഞങ്ങൾ ഒയാസിസ് കഫേയിൽ പോയി. ഓ മൈ ഗോഡ്, അമേസിങ്. എനിക്ക് പറയാൻ വാക്കുകളില്ല, അടിപൊളിയാ. അതൊരു ഒരു വ്ളോഗ് തന്നെ പറയാനുണ്ട് ഒയാസിസ് കഫേനെ കുറിച്ചിട്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഉപസംഹരിക്കുന്നു. പണ്ട് മലയാള സ്പീച്ചിലൊക്കെ പങ്കെടുത്ത നന്നായി.